ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്മയെ കൂട്ടിക്കൊണ്ട് ഒരു മുറിയിൽ കയറുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് AC ഒക്കെ ഓണാക്കി കൊടുക്കുവാണ്. ഇതെല്ലാം കണ്ട് അമ്മൂമ്മ നല്ല കൊള്ളാടെ പ്രകാശ സോണിയുടെ വീട്ടിലേക്കാളും വലിയ സെറ്റപ്പാണല്ലോ എന്ന് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രകാശനോട് അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, നീ ഈ മുറിയിലാണോ ഇവിടെ പ്രകാശ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനെന്തിനാ അമ്മ ഈ മുറി കിടക്കുന്നത്, ഇതിപ്പം 6-7 മുറിയൊക്കെ ഉള്ളൊരു വലിയ വീടല്ലേ, എനിക്കൊരു മുറി, എൻ്റെ മോൻ വന്നു കഴിയുമ്പോൾ അവനൊരു മുറി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കാർത്തിക ഒളിഞ്ഞു എന്ന് കേട്ടിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ ഓരോ മുറി വീതം ശരിയാക്കി തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രകാശനോട് നമ്മുടെ മുത്തശ്ശി പറയുന്നു കേട്ടോ, അവനിറങ്ങുന്ന കാലം എന്നാണാവോ, നീ എത്രയും കാലമൊക്കെ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ പ്രകാശം പറയും, അതിനെന്താ അമ്മേ കുഴപ്പം, കുറച്ച് ഭക്ഷണമൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, നല്ലപോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നാൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് നേരെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ശരിയാവൂടെ പ്രകാശ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കണം, കുളിർ കോരുന്നട പ്രകാശ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തിക് ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് മാറിയിട്ട് മനസ്സിൽ പറയണേ, ഇപ്പം നിങ്ങൾ നല്ലപോലെ തണുക്കും, കുളിർ കോരിയിരിക്കും, അത് കഴിയുമ്പോൾ പിന്നെ ചൂടായിരിക്കും, പിന്നെ പൊള്ളും നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കല്യാണിയുടെ ഓഫീസാണ്. ഓഫീസിലോട്ട് കാദംബരിയിലൂടെ നമ്മുടെ കാർത്തിക് കയറി വരുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, പ്രതീക്ഷയിൽ നന്നായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും, കുറച്ചും കൂടെ ക്യാഷ് തരാനില്ലേ എന്ന് പറയുമ്പോൾ കല്യാണി പറയണം, അതൊന്നും വേണ്ട, ഇപ്പം തന്നെ തന്നത് കൂടുതലാണ്, പിന്നെ കൺസ്ട്രക്ഷനുള്ള ഓൾറെഡി അഡ്വാൻസ് തന്നല്ലോ, അതൊക്കെ മതിയെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയുകയാണ്, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചാൽ സെൽഫിയൊക്കെ എടുത്തിട്ട് പറയും, എനിക്കൊരു ആൽബം ഉണ്ട് അതിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കും, നിങ്ങളുടെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്, അച്ഛൻ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാദംബരി പെട്ടെന്ന് പറയും, അച്ഛൻ മരിച്ചു പോയെന്നേ. എന്നിട്ട് പറയും, അച്ഛൻ മാത്രമല്ല ഒരു സഹോദരനുണ്ട്, ആ സഹോദരൻ മരിച്ചു പോയെന്ന് കാദംബരി പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ഷോക്ക് ആവുന്നുണ്ട്, സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർത്തിക ഒന്നും അറിയാത്തല്ലോ, സോറി ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക അവിടുന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാഹുലിൻ്റെ വീടാണ്. രാഹുലിൻ്റെ വീട്ടിൽ നമ്മുടെ നിഷയുടെ അച്ഛനും അമ്മയും നിഷയും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവർ രാഹുലിൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് നിഷയുടെ അച്ഛൻ ശിവദാസൻ. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും രാഹുലാണെങ്കിൽ ശിവദാസനോട് ചോദിക്കുന്നുണ്ട്, എന്താണോ താൻ ഈ വഴിക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, എടാ ഞങ്ങളുടെ ഒരു കുടുംബ വീട് ഇവിടെ ഉണ്ട്, തൊട്ടടുത്തല്ലേ തൻ്റെ വീട്, താനാണല്ലോ പണ്ട് കൺസ്ട്രക്ഷൻ പണിയൊക്കെ ഞങ്ങളുടെ വീണ്ടും ചെയ്തു തന്നെ, അപ്പോൾ മോളുടെ കല്യാണം അതൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, ചെറുക്കൻ അമേരിക്കയിലാണെന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറയും, അമേരിക്കയിലാണോ, ഒന്ന് ശരിക്കും അന്വേഷിച്ചാൽ അവർ പറയുന്നല്ല നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ മുഖമൊക്കെ മാറുവാണേ. എന്നിട്ട് പറയും, അതല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴത്തെ കാലം ആയതുകൊണ്ടെന്ന് ഇങ്ങനെ പറയുക. എന്നിട്ട് പറയുകയാണ്, ശിവദാസൻ ചോദിക്കും, ഇവിടെ എന്തുണ്ടോ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മോനും അമേരിക്കയിലെങ്ങാണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഹുൽ മനസ്സിൽ പറയും, അവൻ അമേരിക്കയിലല്ല, അവൻ പാക്ക് കുറച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ കളിയാക്കി മനസ്സിൽ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയാം, അവനും അവിടെ എങ്ങാണ്ടാ. അപ്പോഴത്തേക്കും ഇവർ ചോദിക്കും, അവൻ്റെ കോൺടാക്റ്റ് കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലും പരസ്പരം അറിയുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയും, അവനിവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, മുകളിലുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയും. ആ സമയത്ത് നമ്മുടെ മനോഹർ താഴോട്ടിറങ്ങി വരുമ്പോൾ ഇത് കാണുവാണ് കേട്ടോ. ഇത് കണ്ട് ഞെട്ടി മനോഹർ തിരിച്ച് മുറിയിലോട്ട് കയറി പോവാണ്. അപ്പോൾ സരി ചോദിക്കും, എന്ത് പറ്റും മനുവേട്ടാ, പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചെന്താ വന്നതെന്ന് ചോദിക്കും. പറയും, അവിടെ ആരൊക്കെ ഇരിക്കുന്നു മോളു, ഞാൻ മോളുവിനെ കണി കണ്ടിട്ടല്ലേ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവരെ കണി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊരു പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുമായിരുന്നു, രാശി ഉണ്ടാവുകയില്ല, മോളുവിനെ കണ്ടിട്ട് കണി കണ്ടിട്ട് ഇറങ്ങണം, എങ്കിൽ മാത്രമേ എൻ്റെ ബിസിനസ് ജയിക്കുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും സരി ചോദിക്കണം, അപ്പോൾ അമേരിക്കയിലൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ചോദിക്കും. അവിടെ 2 ദമ്പതികളുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടാണ് പോകുന്നത്, അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് പോയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ സരി വരും. ചില സമയത്ത് മനുവേട്ടന് ഭയങ്കര അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കും മനുവേട്ടൻ പറയുകയാണ്, അത് മോളു ഇപ്പോഴത്തെ കാലത്ത് ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, മോളുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൽപ്പൃക്ഷം കണ്ട പോലെയാന്നൊക്കെ പറഞ്ഞ് സോപ്പിടുവാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വിടുവാണ് കേട്ടോ സരുവിനെ. ആ സമയത്ത് നമ്മുടെ ശാരിയാണെങ്കിൽ താഴെ ചെല്ലുമ്പോൾ ഇവരെ കാണുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയോ കണ്ട് പരിചയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശിവദാസൻ പറയുകയാണ്, പണ്ട് നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലായിരുന്നു, ആ കൺസ്ട്രക്ഷനിൽ ഞങ്ങളുടെ വീട് വെച്ച് തന്നായിരുന്നു, അത് രാഹുലാണ് ചെയ്തു തന്നെ, അവിടെ നിങ്ങൾ വീട്ടിൽ ഹൗസ് വാമിങ്ങിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഷാരി, അതായിരുന്നല്ലേ, എനിക്ക് തോന്നുകയും ചെയ്തു എവിടെയോ കണ്ടുപോലെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ഷാരി ഇങ്ങനെ രാഹുലിന് ചെറുതായിട്ട് വട്ടാന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ആ സമയത്ത് സരയു അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ സരയുവിനോട് രാഹുൽ ചോദിക്കും, മനു എന്തെന്ന് ചോദിക്കുമ്പോൾ മനുവാണ്ട് ഇവിടെ ഇല്ല പോയി എന്ന് പറയും. എന്നിട്ട് ഷാരിനെ കണ്ണടച്ച് കാണിക്കും കേട്ടോ സരയു നൈസായിട്ട്. അപ്പോഴത്തേക്കും പറയും, പോയോ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഷാരി നൈസായിട്ട് പറയാണ്, ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഉള്ളത് ഇല്ല എന്ന് പറയും, ഇല്ലാത്ത ഉണ്ടെന്ന് പറയും, അതാ കൺസ്ട്രക്ഷൻ പണിക്കൊന്നും ഇപ്പോൾ പോവാത്തെ, അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടണം തോന്നും, പിന്നെ ഞങ്ങളാണെങ്കിൽ തന്നെ ഇവിടെ വെട്ടുകത്തിയും വാക്കത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുക, എപ്പോഴാരും എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഈ വീട്ടുകാർ
നിഷയുടെ വീട്ടുകാർ ശരിക്കും പേടിച്ചു പോവാണ് കേട്ടോ. അവർ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് പെട്ടുപോയല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ്. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, ഇപ്പം മോളാണെങ്കിൽ പ്രഗ്നൻ്റാണ്, മോളുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് മാത്രം അനുമോൻ ഇതൊക്കെ സഹിച്ച് ഈ കൂത്തൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സരയും പറയുവാണ് കേട്ടോ, അത് നേരം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ വട്ട് കണ്ടിട്ട് വണ്ടി എന്നെയും കൂടി ഇട്ടിട്ട് പോകേണ്ടതായിരുന്നു എന്ന് പറയുവേ. ആ സമയത്ത് നമ്മുടെ രാഹുൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് ചോദിക്കും, എടോ ശിവദാസ, തനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴേ ശിവദാസൻ മനസ്സിൽ പറയും, എൻ്റെ പൊന്നെ പണിയായല്ലോ എന്ന് ശിവദാസൻ പറയും, അതിപ്പം മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നുമല്ലോ എന്ന് പറയും. അത് കേൾക്കുന്ന രാഹുൽ ആ കൂടെ മിണ്ടാട്ടം ഇല്ലാതിരിക്കുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.